ചോർന്നൊലിച്ചു നിൽക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ 4-ാം വാർഡ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് കാണിക്കുകയാണ്. ഈ 4-ാം വാർഡിലെ വരാന്തയിലാണ് ചോർച്ച. വരാന്തയിൽ കിടന്നിരുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഇന്നലെ മാറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു ചോർച്ചയുണ്ടായത്. 2-ാം നിലയിൽ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുവെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. മുകളിൽ നിന്ന് വെള്ളം ചോർന്നൊലിക്കുന്നുണ്ട്. വരാന്തയിലേക്കാണ് വെള്ളം വീഴുന്നത്. വിവരങ്ങളുമായി സാനിയോ മനോമി ഇപ്പോൾ ചേരും. സാനിയോ, ഗുഡ് മോർണിംഗ് സാനിയോ. ഇത് അറ്റകുറ്റപ്പണി നടക്കുന്നത് കൊണ്ട് സംഭവിച്ച താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നമാണോ? അവിടെ ആ സമയത്ത് രോഗികൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവരെയൊക്കെ പിന്നീട് അവിടുന്ന് മാറ്റിയല്ലേ? അതെ, ഗുഡ് മോർണിംഗ് അരുൺ. അതായത് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം എന്ന് പറഞ്ഞാൽ 4-ാം വാർഡ് മെഡിസിൻ വാർഡിന് മുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ജീവനക്കാർ താൽക്കാലികമായി പൈപ്പ് അടച്ചു വെച്ച് തിരിച്ചു പോവുകയായിരുന്നു. എന്നാൽ അവർ പോയി രാത്രി 8 മണിയാകുമ്പോഴേക്കും പൈപ്പ് പൊട്ടി. അങ്ങനെയാണ് താഴേക്ക് വെള്ളം വന്നത് എന്ന വിശദീകരണമാണ് മെഡിക്കൽ കോളേജ് നൽകുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വരാന്തകളിലൊക്കെ നിരവധി രോഗികൾ കിടക്കുന്ന സാഹചര്യമുണ്ട്. ഈ വരാന്തയിലും രോഗികളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അഡ്മിഷൻ ദിവസമല്ലാത്തതിനാൽ രോഗികളുടെ എണ്ണം കുറവായിരുന്നു എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്ന ഒരു വാദം. അതേസമയം ഈ സ്ഥലങ്ങളിലൊക്കെയും രോഗികൾ കിടക്കുന്നുണ്ടായിരുന്നു. രോഗികളും രോഗികളുടെ കൂട്ടിരിപ്പുകാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവരെ പെട്ടെന്ന് തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക്, വരാന്തയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ശേഷം 10 മണിയോടുകൂടി ഈ ജോലിക്കാർ തിരിച്ചെത്തുകയും ഇവരെ താൽക്കാലികമായി വീണ്ടും ഈ പൈപ്പ് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പണി ഇന്നും പുരോഗമിക്കുന്നു എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. സാനിയോ ആണ് വിവരങ്ങൾ നൽകിയത്.